ടെക് ലോകത്തെ വാർത്തകൾ. റോയൽ എൻഫീൽഡിന്റെ ഇലക്ട്രിക് വാഹന രംഗത്തെ വലിയ ചുവടുവയ്പ്. ഫ്ലൈയിങ് ഫ്ലീ C6 ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന്റെ ഡെലിവറി ബംഗളൂരുവിൽ ആരംഭിച്ചു. റോയൽ എൻഫീൽഡിന്റെ ആദ്യ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിലൊന്നായ ഫ്ലൈയിങ് ഫ്ലീ C6ന്റെ ഡെലിവറി ബംഗളൂരുവിൽ ആരംഭിച്ചു. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ഉറപ്പാക്കാൻ BTM ലേഔട്ടിൽ പ്രത്യേക സർവീസ് സെന്ററും നഗരത്തിലുടനീളം സർവീസ് പോയിന്റുകളും കമ്പനി ഒരുക്കിയിട്ടുണ്ട്. 2.79 ലക്ഷം രൂപ എക്സ് ഷോറൂം വിലയിലാണ് വാഹനം വിപണിയിലെത്തിയത്. ബാറ്ററി ആസ് എ സർവീസ് പദ്ധതിയിൽ 1.99 ലക്ഷം രൂപയ്ക്ക് ലഭിക്കും. 3.91 കിലോവാട്ട് മണിക്കൂർ ബാറ്ററിയുള്ള ബൈക്കിന് 154 കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. 5 റൈഡിംഗ് മോഡലുകൾ, ഡ്യുവൽ ചാനൽ ABS, ട്രാക്ഷൻ കൺട്രോൾ തുടങ്ങിയ ആധുനിക ഫീച്ചറുകളും ഫ്ലൈയിങ് ഫ്ലീ C6ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രമുഖ ഇന്ത്യൻ ഫിൻടെക് സ്റ്റാർട്ടപ്പായ ക്രെഡിന്റെ സ്ഥാപകൻ കുനാൽ ഷാ വാട്സാപ്പിന്റെ പുതിയ ആഗോള മേധാവിയാകും. സാങ്കേതികവിദ്യ രംഗത്ത് ഒരു ഇന്ത്യൻ സംരംഭകൻ കൈവരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ നേതൃമാറ്റങ്ങളിൽ ഒന്നാണിത്. ക്രെഡിൽ ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ 8,550 കോടി രൂപ നിക്ഷേപിച്ചതോടെയാണ് നിയമനത്തിന് വഴിതെളിഞ്ഞത്. ക്രെഡിന്റെ 20% ഓഹരിയാണ് മെറ്റ സ്വന്തമാക്കിയിരിക്കുന്നത്. നിലവിലെ വാട്സാപ്പ് മേധാവി ബിൽ കാത്കാർട്ടിന് പകരക്കാരനായാണ് കുനാൽ ഷാ ഈ പദവിയിലെത്തുന്നത്. 2019 മുതൽ വാട്സാപ്പിനെ നയിച്ചിരുന്നത് ബിൽ കാത്കാർട്ടായിരുന്നു. കേവലമൊരു മെസ്സേജിംഗ് ആപ്പ് എന്നതിലുപരിയായി വാട്സാപ്പ് വലിയൊരു ബിസിനസ് വളർച്ച കൈവരിക്കുന്ന ഘട്ടത്തിലാണ് ഈ സുപ്രധാന നിയമനം. നിലവിൽ ലോകമെമ്പാടുമായി 300 കോടിയിലധികം ഉപയോക്താക്കളുള്ള വാട്സാപ്പ് പേയ്മെന്റുകൾ, ബിസിനസ് മെസ്സേജിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫീച്ചറുകൾ എന്നിവയിലൂടെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു സ്ഥാപകൻ എന്ന നിലയിലും പ്രൊഡക്റ്റ് ബിൽഡർ എന്ന നിലയിലുമുള്ള കുനാൽ ഷായുടെ പരിചയ സമ്പത്ത് വാട്സാപ്പിനെ കരുത്തേകുമെന്നാണ് മെറ്റ വിശ്വസിക്കുന്നത്. ഇന്ത്യക്കാരനാണ് എന്നതും മെറ്റ നേട്ടമായി കാണുന്നു. കാരണം വാട്സാപ്പിന്റെ ഏറ്റവും വലിയ വിപണിയാണ് ഇന്ത്യ. ആപ്പിന്റെ ബിസിനസ് നീക്കങ്ങളിലും പേയ്മെന്റുകളിലുമൊക്കെ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ കോമ്പാക്ട് SUV വിപണിയിൽ മത്സരം കടുപ്പിക്കാൻ ഹോണ്ട ഒരുങ്ങുന്നു. ബ്രസ, നെക്സോൺ തുടങ്ങിയ മോഡലുകളെ ലക്ഷ്യമിട്ട് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടെയുള്ള ഓപ്ഷനുകളോടെ പുതിയ സബ് 4 മീറ്റർ SUV കമ്പനി പുറത്തിറക്കും. ഇന്ത്യൻ കാർ വിപണിയിലെ ഏറ്റവും മത്സരാധിഷ്ഠിതമായ സബ് 4 മീറ്റർ SUV സെഗ്മെന്റിലേക്ക് പുതിയ മോഡലുമായി ഹോണ്ട എത്താനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മുൻനിർത്തി പ്രത്യേകമായി വികസിപ്പിക്കുന്ന ഈ വാഹനം മാരുതി ബ്രസ, ടാറ്റ നെക്സോൺ, മഹീന്ദ്ര XUV 3X0, കിയ സോണറ്റ്, ഹ്യുണ്ടായി വെന്യൂ തുടങ്ങിയ മോഡലുകളോട് നേരിട്ട് മത്സരിക്കും. പുതിയ SUVയിൽ പെട്രോൾ, ഹൈബ്രിഡ്, ഇലക്ട്രിക് പവർ ട്രെയിൻ ഓപ്ഷനുകൾ ലഭ്യമാകുമെന്നാണ് സൂചന. അമേസിലെ 1.2 ലിറ്റർ IV-ടെക് പെട്രോൾ എഞ്ചിനായിരിക്കും തുടക്ക മോഡലിൽ ഉപയോഗിക്കുക. മാനുവൽ, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളും പ്രതീക്ഷിക്കുന്നു. ഏകദേശം 8.5 ലക്ഷം മുതൽ 14 ലക്ഷം രൂപ വരെയായിരിക്കും എക്സ് ഷോറൂം വില. WRV നിർത്തലാക്കിയ ശേഷം കോമ്പാക്ട് SUV വിഭാഗത്തിലേക്കുള്ള ഹോണ്ടയുടെ വലിയ തിരിച്ചുവരവായിരിക്കും ഈ പുതിയ മോഡൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.